നമസ്കാരം. കോൺഗ്രസ് നേതാവും പത്തനംതിട്ട DCC വൈസ് പ്രസിഡന്റുമായ MG കണ്ണന്റെ വിയോഗം കോൺഗ്രസ് നേതൃത്വത്തിനും പാർട്ടി പ്രവർത്തകർക്കും തീരാ നഷ്ടമാണ്. പക്ഷാഘാതത്തെ തുടർന്ന് പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ദുരിതത്തിന്റെ ബാല്യവും പോരാട്ടത്തിന്റെ കൗമാരവും തീർത്ത കനൽപ്പാടം കടന്ന MG കണ്ണന് പാതി വഴിയിൽ മടക്കം. പ്രതീക്ഷകളേകിയ ജനകീയ മുഖം അപ്രതീക്ഷിതമായി അസ്തമിച്ചെന്നത് വിശ്വസിക്കാൻ പാർട്ടി പ്രവർത്തകർക്ക് കഴിയുന്നില്ല. പട്ടിണിയുടെയും ദുരിതത്തിന്റെയും ലോകത്ത് നിന്ന് സ്വന്തം പ്രയത്നവും ഇച്ഛാശക്തിയും കൊണ്ട് കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് വന്നയാളാണ് MG കണ്ണൻ. അദ്ദേഹം 2005 ചെന്നീർക്കര പഞ്ചായത്ത് അംഗവും 2010-2015 വർഷങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് അംഗവുമായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂരിൽ മത്സരിച്ച MG കണ്ണന് 25,000-ലേറെ ഉണ്ടായിരുന്ന ചിറ്റയം ഗോപകുമാറിന്റെ ഭൂരിപക്ഷം 2,919 വോട്ടായി കുറയ്ക്കാനും സാധിച്ചിരുന്നു. ദുരിതം നിറഞ്ഞ ബാല്യകാലമായിരുന്നു കണ്ണന്റേത്. മരം വെട്ട് തൊഴിലാളിയായ അച്ഛനും കൂലിവേലയ്ക്ക് പോകുന്ന അമ്മയും കൊണ്ടുവരുന്ന തുച്ഛമായ വേതന കൊണ്ട് ജീവിച്ചു വന്ന കുടുംബത്തിന് കൂലിപ്പണിയില്ലാത്ത നാളുകൾ വറുതിയുടേതായിരുന്നു. മകനെയും മകളെയും പഠിപ്പിച്ച് വലിയ ജോലിക്കാരാക്കിയാൽ കുടുംബം രക്ഷപ്പെടുമെന്ന് ആ മാതാപിതാക്കൾ സ്വപ്നം കണ്ടു. പ്രാരാബ്ദങ്ങളിൽ അവർക്ക് കൈത്താങ്ങാകാൻ കണ്ണൻ ചെറുപ്പത്തിലെ ജോലിക്കിറങ്ങി. ഇതിനിടെ ബിരുദ പഠനം പൂർത്തിയാക്കി. പത്ര ഏജന്റായും കേബിൾ TV ടെക്നീഷ്യനായും ജോലി ചെയ്തു. പഠനകാലത്തുണ്ടായിരുന്ന KSU ബന്ധങ്ങൾ ദൃഢമാക്കിയ കണ്ണൻ 23-ാം വയസ്സിൽ ചെന്നീർക്കരയിൽ നിന്ന് കോൺഗ്രസിന്റെ ഗ്രാമപഞ്ചായത്ത് അംഗമായി. പിന്നീട് 2 തവണ ജില്ലാ പഞ്ചായത്ത് അംഗവും. പ്രസ്ഥാനത്തിന്റെ പിന്തുണയും ജനങ്ങളുടെ വിശ്വാസവും കണ്ണനെ കരുത്തനാക്കി. ഓഫീസിലിരുന്ന് നടത്തുന്നതല്ല പാർട്ടി പ്രവർത്തനമെന്ന് യുവാക്കളെ പഠിപ്പിച്ച അദ്ദേഹം സമരമുഖങ്ങളിൽ മുന്നിൽ നിന്ന് പോരാടി. മർദ്ദനങ്ങൾക്കിരയായിട്ടും തളരാത്ത വീര്യത്തോടെ തിരിച്ചു വന്നു. ഒപ്പമുണ്ടായിരുന്ന പലരും പാർട്ടിയിലും മറ്റു ഉന്നത സ്ഥാനത്ത് എത്തിയപ്പോഴും കണ്ണൻ ആരോടും പരാതിപ്പെട്ടില്ല. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായിരുന്ന 2 തവണയും സംഘടനയെ ശക്തിപ്പെടുത്താൻ അക്ഷീണം പ്രയത്നിച്ചു. താൻ അടൂരിൽ മത്സരിക്കുന്ന കാലത്തും അച്ഛൻ കൂലിവേലയ്ക്ക് പോകുന്നതും അമ്മ തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്നതും കണ്ണന്റെ കണ്ണു നിറയ്ക്കുമായിരുന്നു. ബിരുദ പഠനത്തിന് ശേഷം കേബിൾ TV ടെക്നീഷ്യനായി കുറച്ചുകാലം ജോലി നോക്കിയ കണ്ണൻ പത്ര ഏജന്റുമായിരുന്നു. രാവിലെ പത്രവിതരണത്തിന് പോയ ശേഷമായിരുന്നു പൊതുപ്രവർത്തനം. എത്ര തിരക്കുണ്ടെങ്കിലും വായനക്കാർക്ക് പത്രം എത്തിച്ച് നൽകിയ ശേഷമാകും മറ്റു കാര്യങ്ങൾക്ക് തിരിക്കുക. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയഗാഥയുടെ കരുത്തിലാണ് അടൂർ നിയമസഭാ സീറ്റിൽ മത്സരിക്കാനെത്തിയത്. ചെറുഭൂരിപക്ഷത്തിൽ അടൂർ നഷ്ടപ്പെടുമ്പോഴും ആ നാട് കണ്ണനെ നെഞ്ചോട് ചേർത്തിരുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അടൂരിൽ നിന്ന് മത്സരിച്ച് വിജയിക്കണമെന്ന ആഗ്രഹത്തോടെ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിയിരുന്നത്. ആഗ്രഹങ്ങൾ ബാക്കി വെച്ച് കണ്ണൻ പാതി വഴിയിൽ മടങ്ങുമ്പോൾ കോൺഗ്രസിന് നഷ്ടമാകുന്നത് ധൈര്യശാലിയായ പ്രവർത്തകനെ കൂടിയാണ്. ജനങ്ങൾക്ക് നഷ്ടമാകുന്നത് ഒപ്പം നിന്ന നേതാവിനെ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിലും രക്താർബുദ രോഗിയായ മകൻ ശിവകിരണിന്റെ ചികിത്സയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ എങ്ങനെ ഒരുക്കുമെന്ന സങ്കടത്തിലായിരുന്നു കണ്ണൻ. അർബുദബാധിതനായ മകനെ തോളിലിട്ട് തിരുവനന്തപുരം RCCയിലേക്ക് പോകുന്ന അടൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കണ്ണന്റെ ചിത്രവും വാർത്തയും തിരഞ്ഞെടുപ്പ് കാലത്തെ നൊമ്പര കാഴ്ചയായിരുന്നു. ആശുപത്രിയിലേക്ക് അച്ഛനും വരണമെന്ന 9 വയസ്സുകാരന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കണ്ണൻ പ്രചാരണ തിരക്ക് മാറ്റിവെച്ചു. തിരഞ്ഞെടുപ്പിന് 3 ദിവസം മുൻപായിരുന്നു ഇത്. നിറചിരിയുമായി ആളുകളുടെ മുന്നിലെത്തുന്ന കണ്ണന്റെ ഉള്ളിലെ നെയ്റ്റിലായിരുന്നു മൂത്ത മകൻ ശിവകിരണിന്റെ രോഗാവസ്ഥ. തിരഞ്ഞെടുപ്പിനേക്കാൾ വലിയ ചൂട് നെഞ്ചേറ്റി തിരുവനന്തപുരത്തേക്ക് പോയ കണ്ണൻ കടം വാങ്ങി മറ്റുമാണ് മകനെ ചികിത്സിച്ചത്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സയുമായി 1 വർഷം കണ്ണനും ഭാര്യയും മകനും ശ്രീകാര്യത്തെ ഓർഫനേജിൽ കഴിഞ്ഞു. ആളുകൾക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നതിൽ എപ്പോഴും മുന്നിലായിരുന്നു കണ്ണൻ. പരിചയപ്പെട്ടവരാരും പെട്ടെന്ന് മറക്കാത്ത മുഖം, നിറഞ്ഞ ചിരി, സൗമ്യമായ പെരുമാറ്റം. നാട്ടുകാർക്കും പ്രസ്ഥാനത്തിനും വേണ്ടി ക്ഷീണമില്ലാതെ രാപ്പകൽ ഓടി നടക്കുമായിരുന്നു. 2005 തന്റെ 23-ാം വയസ്സിലാണ് ചെന്നീർക്കരയിൽ മത്സരിച്ച് വിജയിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗമായത്. ഇലന്തൂരിൽ നിന്നും റാന്നി അങ്ങാടിയിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് അംഗമായത് കണ്ണന് ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത വർദ്ധിപ്പിച്ചു. വലിയ ഭൂരിപക്ഷത്തിലാണ് ജില്ലാ പഞ്ചായത്തിൽ വിജയിച്ചത്. ജീവിത വെല്ലുവിളികളോട് പടപൊരുതിയ കണ്ണൻ എന്നും സാധാരണക്കാർക്കൊപ്പമായിരുന്നു. അപ്രതീക്ഷിതമായി യാത്ര പറഞ്ഞ് കണ്ണൻ മടങ്ങുമ്പോൾ ഒറ്റയ്ക്കാവുന്നത് ഒരുപാട് പേരാണ്. കണ്ണു കലങ്ങുമ്പോൾ ഉറ്റവരെ പോലെ ചേർത്ത് നിർത്താൻ കണ്ണനില്ലെന്ന ദുഃഖം അത്ര പെട്ടെന്ന് മായാതെ അവശേഷിക്കും. 2021 UDF സീറ്റിൽ അടൂരിൽ മത്സരിക്കാനെത്തുമ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് 2 തവണ മത്സരിച്ച് വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലായിരുന്നു MG കണ്ണൻ. വളരെ വൈകിയാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതെങ്കിലും നിലവിലെ MLA ചിറ്റയം ഗോപകുമാറിന് വലിയ വെല്ലുവിളിയാണ് അന്ന് കണ്ണൻ ഉയർത്തിയത്. 2016 തെരഞ്ഞെടുപ്പിൽ CPIയിലെ ചിറ്റയം ഗോപകുമാർ 25,460 വോട്ടിന് ജയിച്ച മണ്ഡലത്തിൽ കണ്ണനോട് മത്സരിച്ചപ്പോൾ 2,919 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടാൻ കഴിഞ്ഞത്. അവസാന ഘട്ടത്തിലായിട്ട് പോലും മണ്ഡലം ഇളക്കിമറിച്ച് പ്രവർത്തിച്ച കണ്ണൻ ചിറ്റയത്തിന്റെ ഭൂരിപക്ഷം കുത്തിനെ കുറച്ചെന്ന് മാത്രമല്ല ശക്തമായ മത്സരവും കാഴ്ചവെച്ചു. നേരിയ ഭൂരിപക്ഷത്തിൽ തോറ്റെങ്കിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ മണ്ഡലത്തിൽ UDFനെ പ്രതിനിധീകരിച്ച് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കണ്ണൻ. ഇതിന്റെ ഭാഗമായി മണ്ഡലത്തിൽ വളരെ സജീവമായിരുന്നു. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തുന്ന മിക്ക സമരങ്ങളിലും പങ്കാളിയായിരുന്നു. കഴിഞ്ഞ 3 തവണയായി നഷ്ടപ്പെടുന്ന UDF MLA സ്ഥാനം കണ്ണനിലൂടെ തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം.